അതുപോലെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ പ്രോഗ്രാമുകൾ നടക്കുകയില്ലേ, പ്രോഗ്രാം കഴിയുമ്പോൾ അതിൽ നിന്ന് ഞാൻ ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുന്നവർക്ക് നല്ല ഉത്തരം, ശരി ഉത്തരം പറയുന്നവർക്ക് നല്ല സമ്മാനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് വലിയ വലിയ സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് കണ്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിശബ്ദരായി വളരെ ഭയഭക്തിയോടെ ദൈവസന്നിധിയാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കും. ശ്രമത്തോടെ അല്ലേ, പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. രണ്ടുപേർ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കും. ഒന്നാമതായിട്ട് ബ്രദർ ഡോക്ടർ ബിനോയ് ആദ്യമായി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ബ്രദർ സോൺലി അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആദ്യം ഡോക്ടർ ബിനോയ് അവർ കടന്നു വന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയിരിക്കും? കണ്ണടച്ച് കൈകൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് തീരുമ്പോൾ എന്താ പറയും? ആമേൻ പറയും. ശരി, പ്രാർത്ഥിക്കും. സഹായിച്ചിരിക്കാൻ കഴിഞ്ഞ ഒരു വർഷക്കാലം അധ്യാപകരെ ഞങ്ങൾ സഹായിച്ചു. അവരെ പഠിച്ച കാര്യങ്ങൾ അവരെ അവതരിപ്പിക്കുമ്പോൾ ആവശ്യമായ അവരോട് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കളെ സ്വന്തം അവരുടെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ വർഷം അവർക്ക് സ്കൂൾ വിടുവാൻ സഹായിച്ചതിനെ സ്വന്തം ഈ സഭയ്ക്ക് സ്കൂൾ നൽകിയ സ്വന്തം ഈ കഴിഞ്ഞ ഒരു വർഷം നൽകിയ എല്ലാ പരിപാടികളും സ്വന്തം എല്ലാ കുറിച്ച് കുഞ്ഞുങ്ങളെ ആരോഗ്യം നൽകി ബലം നൽകി ഞങ്ങളെ പ്രവർത്തനം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യം ഈ സ്കൂൾ പഠിപ്പാൻ പഠിപ്പാൻ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നടക്കുന്ന ഈ സമയം കാര്യങ്ങൾ നൽകി സഹായിക്കാൻ എല്ലാവരും പ്രാർത്ഥന ക്രിസ്തീയമായ സ്നേഹമായ ഞങ്ങളുടെ 12ാമത്തെ സ്കൂളിൻ്റെ വാർഷികം അറിയിക്കാൻ കഴിഞ്ഞ വർഷകാലം അഭ്യസിക്കുവാനും കഥാവിന്റെ ശക്തി വളർത്തുവാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആമേൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? വെള്ളം പറയരുത്. നല്ല കുട്ടികളാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത പ്രോഗ്രാം സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് വേണ്ടി ജോർജു സൈമനെ ക്ഷണിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ നെല്ലിക്കുന്ന് ബ്രദറൻ ചർച്ചിൻ്റെ 12ാം സൺഡേ സ്കൂൾ വാർഷികവും സമാധാനവും ഇന്ന് ഈ നിലയിൽ നടത്തുവാനായിട്ട് സർവശക്തനായ ദൈവം അവിടെ നിലയായിട്ട് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇവിടെ നടക്കുന്ന സൺഡേ സ്കൂൾ വാർഷികത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാനായി ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വിലദാസൻ സ്പർദ്ധൻ തിരുവനന്തപുരം സഹോദരനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അയൽ സഭകളിൽ നിന്ന് കടന്നു വന്ന സഹോദരന്മാർക്കും ഈ സഭയിലെ സഹോദരന്മാർക്കും മമ്മയ്ക്കും
മമ്മിയുടെ കൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ദൈവനാമം പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ജോജോക്കിലൊരു സ്വാഗതം കൊടുക്കണ്ടേ? അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ വാർഷിക മീറ്റിംഗിലേക്ക് ജോജോക്കിലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിനടുത്ത് റിപ്പോർട്ട് വായനയാണ്. കഴിഞ്ഞ ഒരു അധ്യയന വർഷത്തെ റിപ്പോർട്ട് നമ്മളിപ്പോൾ വായിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നു. റിപ്പോർട്ട് വായിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ ഡിസി ബിജുവിനെ ക്ഷണിച്ചു. ചില കുട്ടികൾക്ക് വരുവാൻ സാധിക്കാത്തതിനാൽ 50 കുട്ടികളുമായി അധ്യയന വർഷം തുടരുവാൻ ഇടയായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നും മുതിർന്ന കുട്ടികൾക്ക് ഉപദേശ വിഷയവും പഠിപ്പിക്കുവാൻ സാധിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ ക്ലാസുകൾ നടത്തിപ്പോരുന്നു. ചില ആഴ്ചകളിൽ പുറമേ നിന്നുള്ള സഹോദരന്മാർ വന്ന് ഒരു ക്ലാസ് എടുക്കുന്നു. 2013 ഫെബ്രുവരി 24-ാം തീയതി ഞായർ ബ്രദർ ഗോഡ്ലി ജോർജ് അവരുടെ അധ്യക്ഷതയിൽ സൺഡേ സ്കൂളിന്റെ 11ാം വാർഷിക സമ്മേളനവും സമ്മാനദാനവും നടക്കുവാൻ ഇടയായി. ഉച്ച കഴിഞ്ഞ് 3:20 സഹോദരൻ സോണി ചമ്പലിന്റെ പ്രാർത്ഥനയോടെ പ്രോഗ്രാം ആരംഭിച്ചു. വന്നവരെ ബ്രദർ ബോബി അബ്രഹാം സ്വാഗതം ചെയ്തു. സഹോദരി ഡിസി ബിജു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ നല്ല പരിപാടികൾ ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടി അവതരിപ്പിച്ചു. കടന്നു വന്ന എല്ലാവർക്കും സന്തോഷിക്കാൻ ഇടയായി. മാത്രമല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം മുഖ്യ അതിഥിയായിരുന്ന ബ്രദർ ഗോഡ്ലി ജോർജ് കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും വളരെ വ്യക്തമായ നിലയിൽ സുവിശേഷം പങ്കിട്ടു. മാതാപിതാക്കളോട് ഭാവിയിൽ ഒരു പുതിയ തലമുറ ദൈവത്തെ ആരാധിക്കുന്ന കാര്യവും ഊന്നി പറഞ്ഞു. അതിനുശേഷം ദേവദാസൻ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു. കൂടാതെ ഒരു വർഷക്കാലം മുടങ്ങാതെ വന്ന കുഞ്ഞുങ്ങൾക്ക് പ്രിയപ്പെട്ട മമ്മി സമ്മാനങ്ങൾ കൊടുത്തു. കടന്നു വന്ന എല്ലാവർക്കും ബ്രദർ ജോസഫ് പോൾ നന്ദി പറഞ്ഞു. അതിനുശേഷം ബ്രദർ ജോസഫ് CJ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് 6:10 സമ്മേളനം സമാപിച്ചു. സ്തോത്രത്തിനായി ഒരു കാര്യം അറിയിക്കട്ടെ. കഴിഞ്ഞ വർഷം പഠിച്ചതും ഇപ്പോൾ പഠിക്കുന്നതുമായ 3 കുട്ടികൾ സ്നാനപ്പെട്ട് ഈ സഭയിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഇന്ന് ഈ നിലയിൽ 12ാം വാർഷിക സമ്മേളനം നടത്തുവാൻ സഹായിച്ച വലിയവനായ ദൈവത്തിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും ഞങ്ങൾ അർപ്പിക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനത്തെ ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും പ്രാർത്ഥന കരുത്തിൽ വഹിക്കണമേ. മാത്രമല്ല കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത അധ്യയന വർഷത്തിൽ അനേക കുഞ്ഞുങ്ങൾ വന്ന് വചനം കേൾക്കുന്നതിനും യേശു കർത്താവിനെ അറിയാൻ ഇടയാകേണ്ടതിനും എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് താല്പര്യപ്പെടുന്നു എന്ന് ക്രിസ്തുവിൽ പ്രധാന ചർച്ച് നൽകുന്നു. സന്ദർശിച്ച റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു കേട്ടു അല്ലേ? അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു ഇടയ്ക്ക് ചോദ്യം ചോദിക്കട്ടോ? ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചു? എത്ര കുഞ്ഞുങ്ങളാണ് ഇവിടെ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ, ക്ലാസ് തുടങ്ങിയപ്പോൾ എത്ര കുഞ്ഞുങ്ങളുമായിട്ടാണ് അധ്യയന വർഷം തുടങ്ങിയത്? 57. എങ്കിൽ ചോദിക്കട്ടെ, എത്ര ക്ലാസ്സുകളായി തിരിച്ചാ പഠനം നടന്നത്? 9. അപ്പോൾ നിങ്ങൾ മിടുക്കരാണ്, ശ്രദ്ധിക്കുന്നുണ്ട്. നെല്ലിക്കുന്നിലുള്ള കുഞ്ഞുങ്ങൾ മോശമെന്ന് ആരും കരുതണ്ട കേട്ടോ. ശരി, അപ്പോൾ ഈ റിപ്പോർട്ട് നമുക്ക് പാസ്സാക്കാമോ? പാസ്സാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു? റിപ്പോർട്ട് വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു? മുതിർന്നവരാരെങ്കിലും ഈ റിപ്പോർട്ട് പാസ്സാക്കാം എന്നാരെങ്കിലും അഭിപ്രായപ്പെട്ടാൽ നമുക്ക് റിപ്പോർട്ട് പാസ്സാക്കാവുന്നതാണ്. റിപ്പോർട്ട് പാസ്സാക്കാമോ? പാസ്സാക്കാം. ശരി, അപ്പോൾ റിപ്പോർട്ട് പാസ്സാക്കിയിരിക്കും. അടുത്തതായി നമ്മളൊരു പാട്ട് കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഡിഫിൻ മൈക്കിളിനെ അതിനായി ക്ഷണിച്ചുകൊണ്ട്.
നമ്മുടെ സ്കൂൾ വാർഷിക യോഗത്തിൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്റെ അറിവിൽ ഇതുവരെ മൃഗങ്ങൾ ആരും എത്തിയിട്ടില്ല. പക്ഷെ 2 മൃഗങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ് കേട്ടോ. നിതിൻ റോയിയെ അതിനായി ക്ഷണിച്ചു കൊടുക്കും. എന്തൊക്കെയാണ് മൃഗങ്ങൾ എന്നൊക്കെയുള്ള സസ്പെൻസ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം എന്നോട് കേട്ടോ. വീണ്ടും ഉറങ്ങിയോ? ഇല്ല. ശരി. പന്നിയുടെയും പശുവിന്റെയും സംഭാഷണം വിവരിച്ചു. ഒരിക്കൽ പന്നി പശുവിനോട് എനിക്ക് പൊതുജനപ്രീതിയില്ല എന്ന് പരാതിപ്പെട്ടു. മനുഷ്യരെല്ലാം നിന്നെ നോക്കി നിന്റെ തമ്മിത ശാന്തതയുള്ള കണ്ണുകളെ കുറിച്ചെല്ലാം പറയാറുണ്ട്. ഈ പാലും പണയും അധികമായി കൊടുക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെ. എന്നാൽ ഞാൻ അതിലധികം കൊടുക്കുന്നുണ്ട്. കല്യാണ സദ്യക്ക് പോലും ഏറ്റവും മേൽത്തരമായി പൂജ്യമായി എന്റെ ഇറച്ചി വിളമ്പാറുണ്ട്. എന്നിട്ടും ഇവരാരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇതിന് കാരണമെന്ത്? അല്പനേരം ആലോചിച്ചതിനു ശേഷം പശു പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയും എൻ്റെ വിഭവങ്ങൾ ഇവർക്ക് കൊടുക്കാറുണ്ട്. നീയോ ഇതേമുള്ളവരെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളതായിരിക്കണം. മനസ്സിലായി കാണുമല്ലേ എന്തൊക്കെയായിരുന്നു മൃഗങ്ങളെന്ന്? എന്തൊക്കെ? തവളയോ? പന്നിയും പശു. ദയവ് ചെയ്ത് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ആരും നിതിനെ ഈ പന്നി പശു എന്നൊന്നും എന്ത് ചെയ്യരുത്, വിളിക്കരുത് കേട്ടോ. വിളിക്കുവോ? വിളിക്കരുത്. ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചതാണ്. അടുത്ത് ഏറ്റവും നല്ല വർഷം ഏതായിരുന്നു? ഏറ്റവും നല്ല വർഷം 2000 ആയിരുന്നു, 2002 ആയിരുന്നോ, 2014 ആയിരുന്നോ? എനിക്കറിയത്തില്ല കേട്ടോ. എല്ലാം സസ്പെൻസ്ഫുൾ ആണ് പ്രോഗ്രാം. അപ്പൊ നമുക്ക് കാണാം ഏറ്റവും നല്ല വർഷം ഏതാണെന്ന് മോനിക്ക നമുക്കിപ്പോ പറഞ്ഞു തരും. മോനിക്ക അതിനായി ക്ഷണിച്ചു. ഏറ്റവും നല്ല വർഷം റഷ്യക്കാരനായ കാർലോസ് എന്ന കൗമാരപ്രായക്കാരൻ ഉപരിപഠനത്തിനർത്ഥം അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിൽ അവർ ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു വാടകയ്ക്ക് താമസിക്കുന്നത്. അവർ വചനം പഠിക്കുന്ന സ്കൂളിൽ പോവുകയും വചനം പഠിക്കുകയും ചെയ്തു. അവിടെ വെച്ച് യേശുവിനെ കുറിച്ച് കേൾക്കുകയും പാപത്തിന്റെ മലയാളത്തിൽ യേശു യാഗമായി തീർന്നതിന് മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല യേശു 3-ാം ദിവസത്തിനേറ്റു നിങ്ങൾ സത്യത്തിൽ ജീവിക്കുന്നുവെന്നും എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുവെന്നും അവൻ അറിയുവാനിടയായി. താൻ ഒരു പാപിയായ നിക്കോളാസ് തിരിച്ചറിയുകയും തന്റെ പാപം ക്ഷമിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. നിക്കോളാസ് ഒരു ദേവനായി തീർന്നു. അവന്റെ പഠനം കഴിഞ്ഞ് തിരികെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീട് വാങ്ങൽ സമ്മാനം ഉണ്ടായിരുന്നു. അതിൽ അവൻ പ്രകാരം പറഞ്ഞു, ഈ വർഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വർഷം. അവൻ തന്നെ പറഞ്ഞു, എന്റെ നാടായ റഷ്യയിൽ നിന്ന് പഠനത്തിനായി അമേരിക്കയിലേക്ക് വരാനിടയായത് ദൈവം ചെയ്ത ഏറ്റവും നല്ല അനുഗ്രഹമാണ്. എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ്. നിക്കോളാസ് റഷ്യയിലേക്ക് തിരികെ ചെന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. അവൻ തന്റെ വീട്ടിലും തന്റെ സുഹൃത്തുക്കളോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. തന്റെ ജീവിതത്തിൽ യേശു മാറ്റവും അവൻ അനുഭവിക്കും
ശ്രദ്ധിച്ചു. ഞാനൊരു കാര്യം ഈ പ്രോഗ്രാമിനോട് ചേർത്ത് പറയട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർഷം എന്ന് പറയാൻ പറ്റുന്നത് ഏത് വർഷമായിരിക്കും? രക്ഷിക്കപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ആ വർഷം. അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറക്കാനാവാത്ത വർഷം എന്നുള്ളത്. ഒരുപക്ഷെ ജനിച്ച വർഷം മറന്നു വന്നേക്കാം, എന്നാൽ വീണ്ടും ജനിച്ച വർഷം എന്ത് ചെയ്യത്തില്ല, ആരും മറക്കത്തില്ല. അങ്ങനെ മറക്കരുത്. നിങ്ങൾ അങ്ങനെ ആ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മളൊരു പാട്ട് കേൾക്കുവാനായിട്ട് പോവുകയാണ്. അക്സ പോളിനെ അതിനെ ക്ഷണിച്ചു കൊടുക്കും. छोटे छोटे बातों में ना लड़ेंगे हम, छोटे छोटे बातों में ना लड़ेंगे हम. My life is in you, Lord, my strength. It's in you, Lord, my hope. It's in you, Lord, in you. It's in you. My life is in you, Lord, my strength. It's in you, Lord, my hope. It's in you, Lord, in you. It's in you. I praise you with all of my life. I praise you with all of my strength, with all of my life, with all of my strength, all of my life is in you. My life is in you, Lord, my strength, it's in you, Lord, my hope, it's in you, Lord, in you. My life is in you, Lord, my strength. It's in you, Lord, my hope. It's in you, Lord, in you. It's in you. It's in you. Thank you, Elsa. അടുത്തതായിട്ട് തിരികെ കിട്ടിയ ജീവിതം എന്നാണ്. തിരികെ കിട്ടിയ ജീവിതം, അതെന്തോ ജീവിതമായിരിക്കും? അറിയാമോ ആരെങ്കിലും? അറിയത്തില്ല. അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഫ്രാങ്ക്ലിൻ പ്രിൻസ് ആണ്. ഫ്രാങ്ക്ലിൻ പ്രിൻസ്. തിരികെ കിട്ടിയ ജീവിതം. ഒരു ഗ്രാമത്തിലെ സാമാന്യം ബന്ധപ്പെട്ട കുടുംബം. അച്ഛനും അമ്മയും 2 മക്കളും. മൂത്തത് മകൻ, ഇളയത് മകൾ. മാതാപിതാക്കൾ അവരെ ഓമനിച്ചു വളർത്തി. ആശയം ചോയ്സും എല്ലാം വാങ്ങിക്കൊടുത്തു. അല്ലല്ലറിയാതെ അവരെ വളർത്തി. മക്കൾ വളർന്നു വലുതായി. മകൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജ് പഠനം ആരംഭിച്ചു. അവന് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. ചോദിച്ചത് കിട്ടാതെപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തി കാര്യം നേടി. മകന് വഴി വിളിച്ച് ജീവിതം കണ്ട് മാതാപിതാക്കൾ വേദനപ്പെട്ടു. അവർ അവനെ തരുവാനെ ശകാരിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവനെ കൂടുതൽ വഷളാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവൻ മാറി. ചരികെട്ട് അവൻ്റെ അപ്പൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. മകളെ അവർ നല്ലവണ്ണം സ്നേഹിക്കുകയും അവരെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. എങ്കിലും തൻ്റെ ജ്യേഷ്ഠനെ കുറിച്ച് അവൾ വേദനിച്ചു. ദൈവമേ, ചേട്ടൻ നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അവരുടെ അപ്പൻ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വഴിയരികിൽ ഒരു യുവാവ് ബോധരഹിതനായി കിടക്കുന്നത് കണ്ടു. താടിയും മുടിയും വളർന്നു. മുഷ്ടിക്കുരെ വസ്ത്രം കൊടുത്ത് ഒട്ടികളുമായി കിടക്കുന്ന ആ യുവാവിനെ അദ്ദേഹം ചെന്ന് നോക്കി. ഒരു ഞെട്ടലോടെയാണ് അദ്ദേഹം ആ യുവാവിന്റെ മുഖത്ത് നോക്കിയത്. താൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട തന്റെ മൂത്ത മകൻ. താൻ അദ്ദേഹത്തെ തൊട്ടു വിളിച്ചു നടത്തി. ദീനതയാർന്ന കണ്ണുകൾ തുറന്ന് അദ്ദേഹം നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിലെഴുതി. അല്പനേരം ഇരുവരും മൗനമായി നിന്നു. മകൻ തന്റെ പിതാവിനോട് പറഞ്ഞു, പപ്പ എന്നെ സ്നേഹിച്ചു, എങ്കിലും ശാസിച്ചില്ല, സന്തോഷിച്ചില്ല. അത്
അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല. പിതാവ് തന്റെ മകനെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഓട്ടോയിൽ കയറ്റി വീട്ടിലെത്തിച്ചു. അമ്മയും അനിയത്തിയും കണ്ണീരോടെ മകനെ സ്വീകരിച്ചു. ആ കുടുംബത്തിൽ വീണ്ടും സന്തോഷം അലതല്ലി. എത്തിച്ചർ 4 പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ വാശിഷ്യയും 10 ഉപദേശവും പോയിട്ടുള്ളതും. താങ്ക് യു. ഫ്രാങ്ക്ലിൻ മാതാപിതാക്കൾക്ക് ഒരു നിർദ്ദേശമാണ് തോന്നുന്നത് അല്ലേ? എന്തുവായിരുന്നു ആ നിർദ്ദേശം? ശ്രദ്ധിച്ചായിരുന്നോ? മക്കളെ ശാസിച്ചും ശിക്ഷിച്ചും വളർത്തണമെന്നാണ്. പിന്നീട് നമ്മൾ ദുഃഖിക്കാൻ ഇടവരാത്ത രീതിയിൽ അപ്രകാരം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം. അങ്ങനെ നല്ലൊരു ആശയമാണ് നമുക്ക് ഫ്രാങ്ക്ലിൻ പകർന്നു നൽകിയത്. അടുത്തത് ബൈബിളിലെ ചില ചിന്താ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് സ്റ്റെഫിൻ മൈക്കിളിനെ അതിനായി ക്ഷണിക്കുകയും. ദൈവനാമം വഴിക്കൊള്ളുവാനായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിലെ ചിന്താ വിഷയമാണ്. നാം ധാരാളം വാർത്തകൾ കേൾക്കുന്നതാണ്. ചില വാർത്തകൾ നമ്മൾ വളരെ ചിന്തിക്കുന്നതും ചില വാർത്തകൾ നമ്മെ അതിശയിപ്പിക്കുന്നതുമാണ്. എന്നാൽ ഇത് ദൈവജനമാകുന്ന ബൈബിളിൽ നിന്നും ചിന്തിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായ ചില വാർത്താ വിഷയങ്ങൾ. മനുഷ്യരായി നമുക്ക് ദൈവം നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് സംസാരിക്കണമെന്ന് കഴിയുന്നത്. എന്നാൽ ഒരു മൃഗം സംസാരിച്ച് കേട്ടാലോ? വിലിയം എന്ന പ്രവാചകന്റെ കേട്ട് സംസാരിച്ചതായാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദൈവം പറഞ്ഞത് കേൾക്കാതെ ഇസ്രായേലിനെ ശപിക്കാൻ പുറപ്പെട്ട പ്രവാചകനെ കൊല്ലാൻ ദൈവം ദൂതനെ അയച്ചു. പാവം വിലയാൻ പണത്തിന് ബുദ്ധിമുട്ട് കൂടുതൽ. വിലിയാമിൽ ഈ ദൂതനൊന്നും കണ്ടില്ല. ദൈവം അയച്ച ദൂതനെ കണ്ട് വിലിയാമിനെ കഴുത വഴിയിൽ കിടന്നപ്പോൾ വിലിയം കഴുതയെ അടിച്ചു. ഉടനെ കഴുത വായത്തോട് സംസാരിച്ചു. ചിന്തിക്കുമ്പോൾ അതിശയങ്ങളൊന്നല്ലേ. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. നാമൊക്കെ ധാരാളം യാത്ര ചെയ്തതാണ്. ബസ്സും കാറും നടന്നുമൊക്കെ നാം ധാരാളം യാത്ര ചെയ്തതാണ്. ഒരാൾ യാത്ര ചെയ്തത് കേൾക്കണം. പുള്ളിക്കാരെ യാത്ര ചെയ്ത ഒരു വലിയ മീനിന്റെ വയറ്റിൽ കിടന്നാണ്. അതും ഒരു വലിയ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന്. പേര് തോന്നല്ലേ? ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ യോനച്ചേട്ടനാണ്. ദൈവം പറഞ്ഞത് കേൾക്കാതെ പുള്ളിക്കാരൻ നർസികളുടെ കപ്പലിലേക്ക് ഒരു പോക്കം കൊണ്ട് പോയി. യഹോവ എന്താ ചെയ്തെന്നറിയൂ? കടലിലേക്ക് ഒരു കാപ്പിമോൾ അങ്ങനെ അടിപ്പിച്ചു. കപ്പലുകാരെ പേടിച്ച് വിളിച്ച് യോനെടുത്ത് കടലിലേക്ക് ഒരൊറ്റ ചെയ്തു. പിന്നെ പുള്ളിക്കാരെ യാത്ര ചെയ്തത് മീനിന്റെ വയറ്റിൽ കിടന്നാണ്. 3 ദിവസം പാവം യോനച്ചേട്ടൻ മീനിന്റെ വയറ്റിൽ കിടന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വലിയ അത്ഭുത വിഷയമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു വലിയ അത്ഭുതം. എന്താണെന്നല്ലേ പറയാം. ശ്രദ്ധിച്ച് കൽപ്പന കേട്ടോ. 2000 വർഷങ്ങൾ മുമ്പ് ദൈവം മനുഷ്യരെ ഈ ഭൂമിയിൽ ജനിച്ചു. എന്തിനാണെന്നറിയോ? മനുഷ്യരെ സ്നേഹിച്ച്, അതും പാപികളായ എന്നെയും നിങ്ങളെ സ്നേഹിച്ച് പാപം ചെയ്ത് ജീവിച്ച നമ്മുടെ ശിക്ഷാവിധി കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എടുത്തു കാൽവരി കുരിശിൽ മരിച്ചു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നാം ഹൃദയത്തിൽ തീർച്ചാൽ നമുക്ക് ദൈവങ്ങളായി തീരാം. നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യം അത്യത്ഭുതമല്ലേ? ദൈവം നമ്മൾ എഴുതുന്നതാണ്. ബൈബിളിലെ ചിന്താ വിഷയമായ എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു? 3 കാര്യം. ശരി, ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത 10 കന്യകമാരെ കുറിച്ച് അനബിൾ ആൻഡ് പാർട്ടി പറയുവാനായിട്ട് പോവുകയാണ്. അതിനായി അനബിളിനെയും അവരുടെ സംഘത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. Stay.
തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ പത്തുപേരും കാത്തിരുന്നു ശ്രീമീകരമാരക്കം പിടിച്ചവരും മുഴങ്ങിപ്പോയി ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ കന്യാകുമാരിയായ നേരം ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ പത്തുപേരും എഴുന്നേറ്റു വിളക്കുകൾ തെളിയിച്ചു അഞ്ചു വിളക്കുകളുടെ കെട്ടുപോലെയോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ബുദ്ധിയില്ല കന്യാകുമാരിലെടുത്തെന്നകലിലെന്ന പകർന്നിടാനവർ മറന്നുപോയി ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ബുദ്ധിക്കെട്ട കന്യാകുമാരിയപ്പമെന്നൊരു തുള്ളി പോലും കൊടുത്തില്ല ബുദ്ധിയുള്ളവർ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ എന്ന മകനോടിയവർ അഞ്ചുപേർക്കുമെന്ന കിട്ടി ദൈവം തെളിയിച്ചിട്ടവർ ഓടിയണഞ്ഞു ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ മണവാളൻ വന്നാലുടൻ ശിവവുമായി കുത്തിയുള്ള ബുദ്ധിമാനിയായ്ക്കുള്ളിൽ മാളാനുമാർ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ കുത്തിക്കെട്ട കന്യാകുമാരിയോ കണ്ണീർ പൊഴിച്ചിട്ടും വാതിൽ തുറക്കാതെ അവർ നിരന്തരായി ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ സോദരരെ യേശു വേഗം വന്നിടുമേ നമ്മെ ചെറുക്കനോട് ശ്രീരാമനാഥനെ എതിരേൽക്കുവാൻ ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകരേരേനോ 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 എന്തോ പാട്ടിന്റെ ചൂടാണെന്ന് അറിയാമോ? എന്തോ വഞ്ചിപ്പാട്ട്. ഈ പാട്ട് കേട്ട് ആരെങ്കിലും ഉറങ്ങിയോ? ഇല്ല. ആ, ശരി. എന്തായാലും നന്നായിരുന്നു. നല്ല ബൈബിളിലെ 10 കന്യകമാരുടെ ഉപമയെ ആസ്പദമാക്കിയുള്ള മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന 14 അനുഗ്രഹങ്ങളെ കുറിച്ച് നിത്തു ഇപ്പോൾ പറയുന്നത്. നിത്തുവിനെ അതിനായി ക്ഷണിക്കും. രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന 14 അനുഗ്രഹങ്ങൾ. 1 നിത്യജീവൻ, 2 പരദീസ, 3 ദൈവമക്കൾ എന്ന പദവി, 4 ജീവസ്ഥിതി പേരെഴുതപ്പെടുന്നു, 5 ദൈവിക സന്തോഷം, 6 ദൈവിക സമാധാനം, 7 പ്രത്യാശ, 8 പുനരുദ്ധാനം, 9 നിത്യനരകത്തിൽ നിന്നുള്ള വിടുതൽ, 10 സ്വർഗീയ കുടുംബത്തിലെ പൗരത്വം, 12 ദൈവത്തെ വിളിക്കാനുള്ള പദവി, 13 പ്രത്യാശ, 14 സ്വർഗീയ ദൂതന്മാരുടെ കാവലും സൂക്ഷിപ്പും. ഈ 14 അനുഗ്രഹങ്ങളും നിത്തുവിനെ ഒഴിച്ച് ബാക്കി ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ? സമ്മാനമുണ്ട്. ഈ 14 അനുഗ്രഹങ്ങൾ വെറുതെ പഠിച്ച് പറഞ്ഞ് അങ്ങനെ കളയുകയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണ്. ആരെങ്കിലും ഉണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് നൽകുന്ന എത്ര അനുഗ്രഹങ്ങളാണ് പറഞ്ഞ്? 14. അത് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിത്തു ഒരു ബിഗ്
കൊടുത്തേ. അടുത്തൊരു പാട്ടാണ്. പാട്ട് പാടുന്നതിലേക്കായി മോനിക്കയെ ക്ഷണിക്കും. മോനിക്ക. ഇംഗ്ലീഷ് പാട്ട് കേട്ടു, മലയാളം കേട്ടു, ഇപ്പൊ എന്താ കേട്ടത്? ഹിന്ദി കേട്ടു. അപ്പോഴേ ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ബഹുഭാഷ പണ്ഡിതന്മാരാണെന്ന് തോന്നുന്നു അല്ലേ? ശരി, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത് പാപ്പിച്ചായ. അതാരാ പാപ്പിച്ചായ? നീലത്തിനെ ക്ഷണിച്ചോളൂ. നമുക്ക് പാപ്പിച്ചായനെ പരിചയപ്പെടുത്തില്ല. ഡോക്ടറിന്റെ അടുത്തെത്തി. ഡോക്ടർ, 10 ലിറ്റർ പാൽ കറക്കുന്ന എന്റെ പശുവിനെ വയറ് കെട്ടി വരികയാണ്. പുല്ല് തിന്നുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. എന്താണ് ഡോക്ടർ എന്റെ പശുവിന്റെ രോഗം? പാല് വിട്ടാണ് ഞങ്ങൾ ഉപജീവനം കഴിക്കുന്നത്. രോഗവിവരം വിശദമായി കേട്ട ശേഷം ഒരു ഗുളിക കൊടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഈ ഗുളിക ഇത്രയും പെട്ടെന്ന് പശുവിനെ കൊടുക്കുക, രോഗം മാറിക്കൊള്ളു. പുല്ലും വെള്ളവും കഴിക്കാത്ത പശുവിനെ എങ്ങനെ ഗുളിക കൊടുക്കും? പാപ്പിച്ചാൻ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴൽ എടുക്കുക, എന്നിട്ട് കുഴലിന്റെ പശുവിന്റെ വായിൽ കുഴലിന്റെ ഒരറ്റ വയ്ക്കുക, മറ്റേ അറ്റത്തെ ഗുളിക വെച്ചതിന് ശേഷം ഊട്ടി കൊടുക്കുക. പശുവിന്റെ വയറ്റിൽ ചെല്ലും. പാപ്പിച്ചാൻ ഗുളികയും വാങ്ങി വീട്ടിലെത്തി. അല്പസമയം കഴിഞ്ഞപ്പോൾ ലൈറ്റിന്റെ ഒരു ജീപ്പ് ചീരിപ്പാനി വന്ന് ആശുപത്രിയുടെ മുമ്പിൽ നിർത്തി. മുഖത്തെ കുഴലും വയലും കുഴലും മുഖത്തെ കുഴലുമായി പാപ്പിയെ ചിലരെടുത്ത് ഡോക്ടറുടെ അടുക്കലെത്തിച്ചു. പരിഭ്രമത്തോടെ ഡോക്ടർ ചോദിച്ചു, എന്ത് പറ്റി? ഒരാൾ പറഞ്ഞു, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് പശുവിനെ ഗുളിക കൊടുക്കുവാൻ വേണ്ടി പശുവിന്റെ വയൽ കുഴൽ വെച്ച് ഊതിയപ്പോൾ പശു അതിന് മുമ്പേ ഇങ്ങോട്ട് ഊതുകയും ചെയ്തു. ഗുളിക പാപ്പിയുടെ വയറ്റിലുമെത്തി. ഡോക്ടർ ഞങ്ങളിനെ എന്ത് ചെയ്യും? മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമുണ്ട് എന്ന വചനമാർക്ക് ഡോക്ടർ ചിരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പേ ആ പ്രശ്നത്തെ കീഴടക്കുക. എന്റെ പ്രശ്നം ചെറുതും രക്ഷിതാവായ കർത്താവ് വലിയവനുമാണ് എന്ന ചിന്ത നമ്മെ ഭരിക്കട്ടെ. താങ്ക് യു. പരിചയപ്പെട്ടോ? ഇനി എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഡോക്ടർ മനസ്സിലായല്ലോ. ഇനി സൺഡേ സ്കൂൾ വാർഷികത്തിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല മാതാപിതാക്കളും ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ടായിരിക്കണം ഇവിടെയുള്ള ചുമതലപ്പെട്ടവർ അമ്മമാർ അറിയുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അമ്മമാർ അറിയുവാൻ, അമ്മമാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് ബെഡ്സി ഡിനുവിനെ ക്ഷണിച്ചു പോകും. ബെഡ്സി ഡിനു അമ്മമാർ ശ്രദ്ധിച്ച് കേട്ടോണേ. ചൊല്ലി മധുരമായി സുവാർത്ത ഘോഷിക്കും
താങ്ക് യു ബെൻസി. അമ്മമാർ കേട്ടോ? ശരി. അപ്പോൾ പണ്ടത്തെ ചില പഴഞ്ചൊല്ലും പിന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ തിരുത്തുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോഗ്രാമായിരുന്നു ബെൻസി അവതരിപ്പിച്ചത്. ദൈവം ബെൻസിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് വീണ്ടും ഒരു അടുത്ത കാര്യമാണ് പറയുവാനായിട്ട് പോകുന്നത്. കഴുകിയാൽ വൃത്തിയാകും. കേട്ടോ, കഴുകിയാൽ വൃത്തിയാകും എന്താണെന്നുള്ളത് റോഷ്നി പറയുവാനായിട്ട് പോകുകയാണ്. റോഷ്നിയെ അതിനായി ക്ഷണിച്ചു. കഴിക്കാൻ വൃത്തിയാവും. ഡാഡി കാർട്ടൂണിൽ കണ്ടപ്പോൾ അപ്പുറത്ത് കളിക്കുകയായിരുന്ന ആലനും ഓടിയെത്തി. ഡാഡിയുടെ കയ്യിൽ നിന്ന് ആലൻ നോസ് വാങ്ങി. അതിന്റെ അറ്റത്തുള്ള നോവൽ പിടിച്ചു. ഉടനെ വെള്ളം 4 പാട് ചിതറി. അലനും ഡാഡിയും നനഞ്ഞു. അത് കണ്ട ആലൻ ചിരിച്ചു. ഒപ്പം അലനും ഡാഡിയും ചിരിച്ചു. പിന്നീട് അവർ 2 പേരും മാറി മാറി ഹോസ് പിടിച്ച് വെള്ളം ചീറ്റി കുറച്ചു നേരം കളിച്ചു. പിന്നീട് ഷാമ്പു ഇട്ട് കാർ കഴുകാൻ ഡാഡിയെ സഹായിച്ചു. ഓ, മനോഹരമായിരിക്കുന്നു. അഴുക്കെല്ലാം പോയി. നല്ല തിളക്കം വന്നിരിക്കുന്നു. വളരെ നന്നായിരിക്കുന്നു മക്കളെ, ഡാഡി സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് അവരോട് വെള്ളത്തിന്റെ പ്രത്യേകം പറഞ്ഞു കൊടുത്തു. വെള്ളം നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാം. വെള്ളത്തിൽ നീന്താൻ കഴിയും, കുളിക്കാനും ഭക്ഷണം കഴിച്ച പാത്രങ്ങളും കാണാൻ കഴുകാനും ഇങ്ങനെ വെള്ളത്തിന്റെ ഉപയോഗം അനവധിയാണ്. ബൈബിൾ പറയുന്നു, ദൈവജനമാകുന്ന വെള്ളത്താൽ കഴുകപ്പെട്ട ജീവിതമാണ് വിശുദ്ധിയുടെ ജീവിതം. അതായത് വെള്ളം കഴുകാൻ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വിശുദ്ധമാക്കുവാൻ കഴിയും. മറ്റൊരു പ്രധാന കാര്യം, പാപത്തിന്റെ കരകളെ കഴുകി യേശുവിന്റെ നിർമ്മല നിഷ്കളങ്കവുമായ രക്തത്താൽ മാത്രമേ കഴുകേണ്ടൂ. അവന്റെ പുത്രനായ യേശുവിന്റെ സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1:1-7. അലനും ആലമെല്ലാം ഇതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. 2 പേരും കാറിൽ കയറി ഡാഡിയോടൊപ്പം ഷോപ്പിങ്ങിൽ പോയി. താങ്ക് യു. വളരെ നന്നായിരുന്നു. കഴുകിയാൽ വൃത്തിയാകുമെങ്കിലും നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ ഒരു വെള്ളത്തെയും കഴിയില്ല. കഴിയുമോ? നമ്മുടെ അഴുക പ്രവൃത്തികൾ, ദുഷ്ടത, ദുർചിന്ത ഇതൊക്കെ കഴുകി കളയണമെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊണ്ട് കഴുകിയാൽ അത് മാറുമോ? മാറത്തില്ല. പിന്നെ അത് കഴുകുവാൻ ഒരു രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് ആരുടെ രക്തമാണ്? യേശു കർത്താവിന്റെ രക്തം. ഓക്കെ, അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടന്നു വരാം. ദാവീദും ഗോലിയാത്തും ഉണ്ടോ? ദാവീദും ഗോലിയാത്തും ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായി കെസിയെയും കൂട്ടുകാരെയും ക്ഷണിക്കുന്നു. Thank you.
വളരെ നന്നായിരുന്നു. 5 കല്ല് വീതം ഇപ്പൊ എത്ര കല്ലായി? എത്ര പേരുണ്ടായിരുന്നു? 10 കല്ലോ. 50 കല്ലുമായിട്ടാണ് ഈ സംഘ യുദ്ധത്തിന് പുറപ്പെടുന്നത്. എങ്കിൽ 1 കല്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു കഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു. ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. അടുത്തൊരു ടാബ്ലോയാണ്. വിദ്യ ആൻഡ് പാർട്ടി എന്നെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കാണിച്ച ഗായകൻ നിങ്ങൾ ഓർക്കുമല്ലോ. ക്രിസ്തുവിനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ആട്ടടയുമാകുന്ന കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടത്. ഒന്ന് ചിന്തിക്കുക. താങ്ക് യു. ഈ കമ്പും തടിയും മൈക്കോലും കിടക്ക് ഒരുപാട് ബന്ധപ്പെട്ട് അല്ലേ? പോലെ നല്ലൊരു കൈകൈ കൊടുത്ത എല്ലാവരും. ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ തിരുപ്പിറവിയെയാണ് അവർ ദൃശ്യാവിഷ്കാരത്തിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. അടുത്ത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന 13 മോഹങ്ങളെ കുറിച്ച് പറയുവാനായിട്ട് ആരോനെയും പാർട്ടിയും ക്ഷണിക്കും. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന 13 മോഹങ്ങൾ. ദൈവത്തിൽ നിന്ന് അകറ്റുന്ന 13 തരം മോഹങ്ങൾ. 1. ജഡമോഹം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിലെ മോഹം നിർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഗലാത്യർ 5:16. 2. കൺമോഹം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ
ശാരീരിക മോഹം. ആകയാൽ പാപങ്ങൾ നിങ്ങളുടെ മറ്റ് ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുന്നത്. റോമർ 6:12. 5 മനുഷ്യരുടെ മോഹം. ജലത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജലത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യന്റെ മോഹങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിനൊക്കെ ജീവിക്കേണ്ടതിന് പാപം വിട്ടുനിൽക്കുന്നു. 1 പത്രോസ് 4:2. 6 സ്വന്തം മോഹം. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. എല്ലാവരോടും സമാധാനവും ആചരിക്കുക. 2 തിമോഥെയോസ് 2:22. 8 പ്രപഞ്ചമോഹം. യേശുക്രിസ്തുവിന്റെ ദർശന പ്രകാശത്തിലേക്കും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രാണമോഹം അർജിച്ചിട്ട് ഈ ലോകത്തെ ശുഭത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു വരണമെന്ന് ശിഷ്യർക്കുന്നു. തീത്തോസ് 2:13. 9 ചതിമോഹം. നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളെ വഷളായി തോന്നുന്ന പണിമാസിനെ ഉപേക്ഷിച്ചു. 4:2. 10 വലിയ മോഹം. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കണ്ടവരെ വിശേഷ മലിന മോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നിൽക്കുകയും സത്യത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവർ കണ്ട്. 2 പത്രോസ് 2:9. 11 ദുർമോഹം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. കൊലോസ്യർ 3:5. 12 ഭക്തികെട്ട മോഹം. അന്ത്യകാലത്ത് ഭക്തികെട്ട മോളെ അന്വേഷിച്ച് നടത്തുന്ന പരിഹാസമുണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. നിന്നെ കേട്ട്. 13 നാനമോഹങ്ങൾ. വീടുകളിൽ നിന്ന് കടക്കുകയും പാപങ്ങളെ ചുമകൊണ്ട് നാനമോഹം കന്നെതിരായി 2 തിമോത്തി 3:6. വളരെ നന്നായിരുന്നു. നമ്മളിവിടെ കേട്ടതായ മോഹങ്ങളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് ദൈവത്തിനോട് അടുത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്തൊരു പാട്ട് പാടുന്നതിലേക്കായി അലീന ബോബിയെ ക്ഷണിക്കും. പാട്ട് അലീന ബോബി. If you see your medicine
കയ്യടിയുടെ ശക്തി കുറഞ്ഞു വരുന്നു. തളർന്നു